ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ധനുമാസം വന്നെത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് രാജാവിനെ പോലുള്ള ജീവിതമാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കടങ്ങളെല്ലാം തീരും, പണം ഒഴുകിയെത്തും, ലക്ഷ്മി യോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 2024 ഡിസംബർ 16, അതായത് തിങ്കളാഴ്ച തുടങ്ങി 2025 ജനുവരി 13 തിങ്കളാഴ്ച വരെയാണ് കൊല്ലവർഷം 1200 ധനുമാസമുള്ളത്. ഈ വർഷം ധനുമാസത്തിനാകെ 29 തീയതികൾ മാത്രം. കൊല്ലവർഷം 1200 ഏറ്റവും ഹ്രസ്വമായ സമയമാണ് ധനുരാശി എന്ന കാര്യം. ധനുരാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത് വൃശ്ചികം 30 ഞായറാഴ്ച രാത്രി 10:11 അപ്പോൾ മുതൽ മൂലം ഞാറ്റുവേലയും തുടങ്ങുന്നു. ധനു 14 പൂരാടം ഞാറ്റുവേലയും 27 ഉത്രാടം ഞാറ്റുവേലയും തുടങ്ങും. ധനുമാസത്തിന്റെ ആരംഭം കൃഷ്ണപക്ഷത്തിലാകുന്നു. ധനു 15 ഡിസംബർ 30 കറുത്ത വാവും, ധനു 29 അതായത് ജനുവരി 13 വെളുത്ത വാവും വരുന്നു. ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. ധനു 12 അതായത് ഡിസംബർ 27 ശനി പോരുരുട്ടാതി നാളിൽ പ്രവേശിക്കും. ശനിയുടെ സഞ്ചാരം പോലെ പ്രധാനം തന്നെയാണ് ശനി ഏത് നക്ഷത്രത്തിലൂടെയാണ് കടന്നു പോകുന്നു എന്നുള്ള കാര്യവും. ശരാശരി 13 മാസക്കാലം ശനി ഒരു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കും. വ്യാഴം ധനുമാസം മുഴുവൻ വക്രഗതിയായി രോഹിണി നക്ഷത്രത്തിലാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി 2-ാം പാദത്തിലാണ്. കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിൽ സഞ്ചരിക്കുന്നു. രാഹു കേതുക്കൾ ഗ്രഹനിലയിൽ എപ്പോഴും 180 ഡിഗ്രി അകലത്തിൽ അപ്രദക്ഷിണഗതിയിലാകും സഞ്ചരിക്കുക. ചൊവ്വ നീചക്ഷേത്രമായ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിൽ വക്രഗതിയിലാണ്. ധനു 28 പുണർത്തത്തിൽ പ്രവേശിക്കും. ബുധൻ ധനുമാസം 20-ാം തീയതി വരെ വൃശ്ചികം രാശിയിലും തുടർന്ന് ധനു രാശിയിലുമായാണ് സഞ്ചരിക്കുക. ബുധന് ധനുമാസം മുഴുവൻ മൗഢ്യമില്ല. ധനുമാസം 9-ാം തീയതി വരെ അനിഴത്തിലും തുടർന്ന് ധനു 20-ാം തീയതി വരെ തൃക്കേട്ടയിലും അനന്തരം ധനു 29 വരെ മൂലം നക്ഷത്രത്തിലും തുടർന്ന് പൂരാടത്തിലും സഞ്ചരിക്കും. ശുക്രൻ ധനുമാസം 13 വരെ മകരത്തിലും ശേഷം കുംഭം രാശിയിലും സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലേക്കുള്ള യാത്രയായതിനാൽ ആരോഹി എന്ന ഗുണകരമായ സ്ഥിതിയിലാണ്. മകരം കുംഭം രാശികൾ ശുക്രന്റെ ബന്ധുഗ്രഹമായ ശനിയുടെ രാശിയുമാകുന്നു. തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയാണ് ശുക്രന്റെ സഞ്ചാരം. ആയുധപാണിയായ ഒരു പുരുഷന്റെ തലയും കുതിരയുടെ ഉടലും ചേർന്നതാണ് ധനുരാശിയുടെ സ്വരൂപം. കാലപുരുഷന്റെ തുടകളെയാണ് ധനുരാശി സൂചിപ്പിക്കുന്നത്. ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടത്തിന്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ രാശി നക്ഷത്ര സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ ധനുമാസത്തിലെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ധനുമാസത്തിൽ വൃശ്ചികം മാസത്തിൽ അനുഭവിച്ച പലതരം ക്ലേശങ്ങളിൽ നിന്നുമുള്ള മോചനമുണ്ടാകും. അന്തരീക്ഷം സ്വസ്ഥതയുള്ളതായി അനുഭവപ്പെടുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം സുഗമതയുണ്ടാകും. നിങ്ങളുടെ മേലധികാരിയുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അധിക ജോലിഭാരം ഒരു രീതിയിലും നിങ്ങളെ അലട്ടുകയില്ല. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണം വളരെയധികം സന്തോഷിപ്പിക്കും. മുടങ്ങിയ ജോലികളെല്ലാം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അന്വേഷണത്തിന് ജീവൻ വയ്ക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം സ്വാസ്ഥ്യം പ്രതീക്ഷിക്കാം. സുഖഭോഗങ്ങൾ ഉണ്ടാകും. ശുക്രൻ 11ലേക്ക് വരികയാൽ പ്രണയം പുഷ്കലമാകുന്നതാണ്. ഗൃഹത്തിൽ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ആശ്വാസം ഭവിക്കാം. നിങ്ങളുടെ പഴയ കിട്ടാക്കടങ്ങളെല്ലാം ശ്രമിക്കുന്ന പക്ഷം ലഭിക്കുവാനിടയുണ്ട്. വസ്തുവിൻ്റെ ക്രയവിക്രയം 4-ലെ ചൊവ്വയുടെ സ്ഥിതിയാൽ തടസ്സപ്പെടുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. സമാലോചനകൾ പ്രവർത്തനങ്ങളെ കുറ്റമറ്റതാക്കും. എത്ര കഠിനമായാലും വിജയം അസാധ്യമല്ലെന്ന ആത്മവിശ്വാസം വന്നു ചേരുന്നതാണ്. ജന്മനക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിലേക്ക് നീങ്ങുകയാൽ
കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. പ്രണയവും ദാമ്പത്യവും വളരെയധികം സ്വച്ഛന്തമാകും. നാലിൽ ചൊവ്വയുള്ളതിനാൽ ഗൃഹത്തിൽ ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങൾ തലപൊക്കുന്നതാണ്. സമചിത്തത കൈമോശം വരാതെ അവയെ നേരിടേണ്ടതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീടിന് അറ്റകുറ്റപ്പണികളോ നവീകരണ പണികളോ വേണ്ടി വന്നേക്കാം. ബിസിനസ് രംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. നിങ്ങളുടെ ഉപഭോക്താക്കളുടെ സ്വീകാര്യത ഉറപ്പിക്കുവാൻ വളരെയധികം സാധിക്കും. യാത്രകൾ പതിവിലും കൂടുതലാകും. അവയിൽ നിന്നുമെല്ലാം വളരെയധികം നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്ത് വളരെയധികം ഉയർച്ചയും അവസരങ്ങളും പ്രതീക്ഷിക്കാം. വളരെയധികം ശുഭവാർത്തകളും ധനനേട്ടവും നിങ്ങൾക്ക് വന്നെത്തും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് മനസ്സിൻ്റെ ബലം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുവാനും ക്രിയാനിരതരാകുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരെ ഒരുമിച്ച് ചേർക്കുന്നതിൽ വിജയിക്കും. കുടുംബാംഗങ്ങളുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നതാണ്. ഭാര്യയും ഭർത്താവും രണ്ടു ദിക്കിലായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റ ഉത്തരവ് നീളുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം സ്ഥിതി മെച്ചപ്പെട്ടു വരും. എന്നാൽ പാഴ്ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ അലംഭാവം ഉണ്ടാവരുത്. പഴയ വാഹനം വിൽക്കുവാനും പുതിയത് വാങ്ങുവാനുമുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ദൂരദിക്കുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി നിങ്ങളുടെ ജന്മനാട്ടിലെത്തുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ അമളി പറ്റാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. സുഖസ്ഥാനാധിപനായ ആദിത്യൻ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ദേഹത്തിനും മനസ്സിനും സുഖം കുറയും. തൊഴിൽ മേഖലയിൽ വേണ്ട പോലെ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല. വക്രഗതിയായി വ്യാഴം രോഹിണിയിൽ തുടരുകയാണ്. തന്മൂലം ഗുരുജനങ്ങളുടെ വിരോധം വന്നു ചേരും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച അത്ര ആദായം നേടുവാനിടയില്ല. ലഘുവായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വലിയ ലാഭം പ്രതീക്ഷിച്ച സ്ഥലത്ത് ചെറിയ ലാഭം കൊണ്ട് തന്നെ നിങ്ങൾ തൃപ്തിപ്പെടേണ്ടി വരുന്നതാണ്. ഭൂമിയിൽ നിന്നും വലുതോ ചെറുതോ ആയ ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുടെ പിന്തുണയിൽ വളരെയധികം സന്തോഷിക്കുന്ന സമയം കൂടിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിരോധികൾ വളരെയധികം വർദ്ധിക്കും. കുടുംബാംഗങ്ങളെ ഐക്യത്തിൽ കൊണ്ടുവരുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ചെലവഴിക്കേണ്ടി വരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭാവിയെ മുൻനിർത്തി പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും. അവ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക വിഷമം തിരിച്ചറിയുന്നതാണ്. എന്നിരുന്നാലും ഒരു രീതിയിലും നിങ്ങൾ നിരാശപ്പെടില്ല. നിരന്തര പ്രയത്നത്തിൽ മുഴുകുന്നതിന് തീരുമാനിക്കും. ശത്രുപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. സംസ്കാരശൂന്യമായ നിലപാടുകളെ എതിർക്കുന്നതിൽ ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല. കുടുംബകാര്യങ്ങളിൽ മുതിർന്നവരുടെ അഭിപ്രായം സ്വീകരിക്കുന്നതാണ്. പൂർവ്വ സുഹൃത്തുക്കളെ സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കും. ഭൂമി വ്യാപാരം പുഷ്ടിപ്പെടണമെന്നില്ല. നിങ്ങളുടെ പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാനുള്ള ശ്രമം ഭാഗികമായി ലക്ഷ്യം കാണും. ദാമ്പത്യത്തിലെ സ്വസ്ഥത കൂടിയും കുറഞ്ഞുമിരിക്കും. കുട്ടികളുടെ പാഠ്യേതര ചെലവുകൾക്ക് കൈവായ്പകളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. രോഗികളായ ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ആശ്വാസമുണ്ടാകുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഏഴാം രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം അലച്ചിലുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. യാത്രകൾ വർദ്ധിക്കുന്നതിനനുസൃതമായി ലാഭം ഉണ്ടാകണമെന്നില്ല. കൂട്ടുകച്ചവടം തുടരുന്നതിൽ വളരെയധികം വൈമുഖ്യം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് കാര്യസിദ്ധി ഉണ്ടാകും. കലാപ്രവർത്തനം വളരെയധികം സുഗമമാവുന്നതാണ്. വിദേശ വ്യാപാരം മെച്ചപ്പെടും. വ്യവഹാരങ്ങൾ കോടതിക്ക് വെളിയിൽ തീർപ്പാക്കുകയാകും ഇപ്പോൾ വിവേകമായിട്ടുള്ളത്. സാമ്പത്തിക നിക്ഷേപങ്ങൾ വിദഗ്ധമായ ഉപദേശം അനുസരിച്ച് വേണം. ചെറുപ്പക്കാരായ ആളുകളുടെ പ്രണയ ജീവിതം കൂടുതൽ നിറപ്പകുട്ടാവുന്നതാണ്. രണ്ടാം രാശിയിൽ ചൊവ്വ തുടരുന്നതിനാൽ നിങ്ങളുടെ സംസാരം വളരെയധികം പരുഷമാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. ബിസിനസ്സിൽ ലക്ഷ്യം നേടുവാൻ വളരെയധികം അധ്വാനം വേണ്ടി വരുന്നതാണ്. നക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുകയാൽ പാരമ്പര്യ തൊഴിലുകളിൽ മുൻപുണ്ടായിരുന്ന താല്പര്യം കുറയുവാനിടയുണ്ട്. അവയുടെ ചുമതലയോ അവയിലുള്ള അവകാശമോ സഹോദരന്മാരെ ഏൽപ്പിച്ചേക്കും.
കൂടിയാലോചനകളിലും ഭരണസമിതിയിലും മറ്റും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എതിർക്കപ്പെടുമെങ്കിലും പൊതുവെ സ്വീകാര്യമാകും. വായ്പയിലൂടെ നേടിയ ധനം വ്യാപാരത്തിൻ്റെ വിപുലീകരണത്തിന് തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധം ദൃഢമാകുവാൻ വിട്ടുവീഴ്ച അനിവാര്യമാണ്. വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് യാത്രാ തടസ്സം നീങ്ങും. ശ്വാസകോശ രോഗങ്ങൾ ഉപദ്രവിക്കുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. തൊഴിലിടത്തിൽ അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പദവിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇഷ്ടസ്ഥലത്തേക്ക് ജോലി മാറ്റം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും അകന്നു കിട്ടും. സ്വയം സംരംഭകർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസും മറ്റു രേഖകളും വേഗം തന്നെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ഞെരുക്കത്തിന് വളരെയധികം അയവുണ്ടാകും. വീട്ടിൽ നിന്നും അകന്ന് താമസിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരും. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി കരുതൽ വേണ്ട സമയം കൂടിയാണ്. അഷ്ടമശനി ദേഹമനക്ലേശങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. വയോജനങ്ങളുടെ പരിപാലനത്തിൽ ശുഷ്കാന്തി ഉണ്ടാകേണ്ട സമയം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്ത് വളരെയധികം സുഗമതയുണ്ടാകും. ഔദ്യോഗിക ചുമതലകൾ സുദൃഢമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. സ്വയം സംരംഭകർക്ക് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം വന്നു ചേരും. പിണങ്ങിയ കൂട്ടുകാർ വീണ്ടും ഒത്തുചേരുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് വായ്പ ലഭിച്ചേക്കാം. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനായുള്ള അവസരം കൈവരും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തീർത്ഥാടന യാത്രകൾ നടത്തിയേക്കും. കമിതാക്കൾക്കിടയിൽ ഹൃദയബന്ധം വളരെയധികം ദൃഢമാകുന്നതാണ്. നൂതന ഉൽപ്പന്നങ്ങൾ അതുമല്ലെങ്കിൽ ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. മാതാപിതാക്കൾ മക്കൾക്കൊപ്പം പോയി താമസിച്ചേക്കാം. കലാ മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ജന്മരാശിയിൽ ചൊവ്വയും അഷ്ടമശനിയും തുടരുകയാൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത അനിവാര്യമാണ്. മനോവാകർമ്മങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ആലോചനാപരത വളരെയധികം വർദ്ധിക്കും. തന്മൂലം നിങ്ങളുടെ ക്രിയാശക്തി പിന്നിലേക്ക് പോകുന്നതാണ്. ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവരും. നിങ്ങളുടെ ആത്മശക്തിയിൽ വിശ്വാസം കുറയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾ അലസരായേക്കും. സാഹിത്യരംഗത്തുള്ളവർ എഴുതിയവ പൂർത്തിയാക്കുവാൻ വളരെയധികം ക്ലേശിക്കുന്നതാണ്. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വൈമുഖ്യമുണ്ടാകുന്നതാണ്. ഏജൻസികളിലും കരാർ ജോലികളിലും ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം വളരെയധികം വന്നുചേരും. വസ്തു കച്ചവടത്തിൽ നിങ്ങൾ കരുതിയതുപോലുള്ള ലാഭം കിട്ടണമെന്നില്ല. അന്യദിക്കിൽ പോയി വന്ന് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണമുണ്ടാകും. ശുക്രന്റെ അനുകൂലതയില്ലായ്മയും ഏഴിലെ ശനിയും പ്രണയത്തിൽ പതർച്ചയും ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യഭംഗവും ഉണ്ടാക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരായ ആളുകൾ നിർവഹിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ക്ഷമാപൂർവം ചിന്തിച്ചുറപ്പിക്കും. ആസൂത്രണത്തിലെ മികവ് പക്ഷേ ആവിഷ്കാരത്തിൽ കാണുവാൻ കഴിയില്ല. ബാഹ്യമായ തടസ്സങ്ങളെക്കാൾ സ്വന്തം അന്തരംഗത്തിൻ്റെ പരാമുഖത്വം തന്നെയാകും മുഖ്യ കാരണം. അധികാരികളുടെ നിർദ്ദേശങ്ങളെ മനഃപൂർവ്വമല്ലാതെ ലംഘിക്കും. സഹപ്രവർത്തകരെ ഉപദേശിക്കുന്നതാണ്. കച്ചവടത്തിൽ സാമാന്യമായ വിജയം പ്രതീക്ഷിക്കാം. പാരമ്പര്യ തൊഴിലുകൾ പഠിച്ചറിയുന്നതിന് വളരെയധികം ഔത്സുക്യമുണ്ടാകുന്നതാണ്. സുഖഭോഗങ്ങളിൽ താല്പര്യമേറും. കല ആസ്വാദനത്തിന് നേരം കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഊരു ചുറ്റുവാനും തുനിഞ്ഞേക്കും. അഷ്ടമ രാഹു 12 ചൊവ്വ എന്നിവയാൽ ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വളരുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് ആത്മനിയന്ത്രണം വളരെയധികം അനിവാര്യമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനും വിളംബം ഭവിക്കാം. കരാർ പണികളിൽ വിജയിക്കുവാൻ കഴിഞ്ഞേക്കും. സഹപ്രവർത്തകരുടെ ഉപദേശവും നിർദ്ദേശവും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ചെറുതല്ലാത്ത ധനലാഭം നിങ്ങളുടെ കൈവശം വന്നു ചേരും. അവധിയിൽ കഴിഞ്ഞവർക്ക് അവധി പൂർത്തിയാകും മുൻപ് ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് ഉചിതമാം വിധം തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത വേണ്ടതാണ്. ചിങ്ങരാശിക്കാർ ഇടപാടുകളിൽ കണിശത പുലർത്തേണ്ടതാണ്. കന്നിരാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും വളരെയധികം ആദായം വന്നു ചേരും. സഹോദരാനുകൂല്യം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൻ്റെ മാനസികമായ പിന്തുണ നിങ്ങൾക്ക് വളരെയധികം കരുത്തേകുന്നതാണ്.
അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ആലോചനാപൂർവം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന മാസമാണ്. എന്നാൽ പലതരം ചെലവുകളും വന്നുചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവസരം സംജാതമാകും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ കാലവിളംബം ഉണ്ടാകുന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. വൃദ്ധജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാർജിക്കും. വസ്തു വിൽപ്പനയിലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. വിലയുടെ കാര്യത്തിൽ നീക്കുപോക്കുണ്ടായാൽ കാര്യം വളരെയധികം സുഗമമാവുന്നതാണ്. കലാകാരന്മാരായ ആളുകൾക്ക് ഭാഗികമായി നല്ല സമയമാണ്. അവസരങ്ങൾക്കായി നിങ്ങൾ കാത്തു നിൽക്കാതെ പ്രയത്നിക്കുവാനുള്ള സന്നദ്ധത കാണിക്കേണ്ടതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ സുഗമമായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. പരാശ്രയം കൂടാതെ തന്നെ ലക്ഷ്യം നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനമുണ്ടാകും. അനുബന്ധ തൊഴിലുകളിലൂടെ സാമ്പത്തിക നില വളരെയധികം ഉയർത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള അവസരം വന്നുചേരും. സംഘടനകളിൽ പദവി നിങ്ങളുടെ വളരെയധികം ഉയരുന്നതാണ്. സാമൂഹികമായ അംഗീകാരവും സ്വാധീനവും വന്നുചേരും. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനും തയ്യാറാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം തടസ്സങ്ങളെ നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട്. തുലാ രാശിക്കാർക്ക് രാഷ്ട്രീയ പിന്തുണ പ്രതീക്ഷിക്കാം. കന്നി രാശിക്കാരായ ആളുകൾ ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതൽ വേണ്ട സമയം കൂടിയാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. സമ്മർദ്ദങ്ങളെയെല്ലാം പക്വതയോടെ നേരിടുവാനും പരിഹരിക്കുവാനും സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങുവാനുള്ള ശ്രമം വളരെയധികം പുരോഗമിക്കും. രാഷ്ട്രീയ സ്വാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. ഔദ്യോഗിക രംഗത്ത് സ്വസ്ഥതയുണ്ടാകും. കൂടുതൽ ചുമതലകളും അധികാരങ്ങളും താൽക്കാലികമായെങ്കിലും വന്നു ചേരുന്നതാണ്. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം ഫലിക്കുന്നതാണ്. മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം, അതുമല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം ഇവ വന്നുചേരും. രോഗക്ലേശങ്ങളാൽ വലയുന്ന ആൾക്കാർക്ക് വളരെയധികം ആശ്വാസം വരുന്നതാണ്. ജന്മനാട്ടിലെ ഉത്സവാദികളുടെ നടത്തിപ്പിൽ സഹകരിക്കുവാൻ സാധിക്കും. വ്യാഴം അഷ്ടമത്തിൽ വേദനക്ഷത്രമായ രോഹിണിയിൽ തുടരുന്നതിനാൽ നിങ്ങളുടെ ഉപാസനകളും ദൈവിക സമർപ്പണങ്ങളും ഒരു രീതിയിലും മുടക്കരുത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ദീർഘകാലമായ നിങ്ങളുടെ ചിന്തകൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്തെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. പാരമ്പര്യ തൊഴിലുകളിൽ കൂടുതൽ അറിവ് നേടുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള സന്നദ്ധത ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ജനകീയത വന്നുചേരും. സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി, വായ്പ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് കൈവശം വന്നുചേരും. വ്യാപാര സംരംഭങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. വസ്തു തർക്കങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും. കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും. പിതൃപുത്രബന്ധം രമ്യമാകുകയും ജന്മനക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാഹസങ്ങൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നത് വളരെയധികം ആശ്വാസകരമാണ്. എന്നാലും ലക്ഷ്യപ്രാപ്തി എളുപ്പമായേക്കില്ല. ജന്മരാശാധിപനായ ചൊവ്വയുടെ ദുർബലാവസ്ഥയും കണ്ടകശനിയുമൊക്കെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. തിടുക്കത്തിൽ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. വസ്തു വിൽപ്പനയിൽ നഷ്ടം വരുവാൻ ഇടയുണ്ട്. ഇല്ലാത്ത ശത്രുവിനെ മനസ്സിൽ സങ്കല്പിച്ചു വെറുതെ നിഴൽയുദ്ധം നടത്തുന്ന പ്രവണത എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. കൂട്ടുകച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. വിദേശ ധനം ലഭിക്കുവാനും ഇടയുണ്ട്. സഞ്ചാരം നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് തൊഴിലിൽ വളരെയധികം വളർച്ച ഉണ്ടാകുകയും ഭൗതികമായും അതുമല്ലെങ്കിൽ കലാ മത്സരങ്ങളിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്.
തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധന് മൗഢ്യമില്ലാത്ത മാസമായതിനാൽ ഭൗതികമായ ഉണർവും ക്രിയാകുലിശതയും പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നതാണ്. ബന്ധുജനങ്ങളെ ഏകോപിപ്പിക്കുവാനും അവരുടെ ആദരവ് നേടുവാനും സാധിക്കുന്നതാണ്. സാഹിത്യം, പ്രഭാഷണം മുതലായവയിൽ ശോഭിക്കുവാൻ കഴിയും. വ്യാപാരത്തിൽ സാമാന്യമായ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ അപ്രിയം ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹായം നാമമാത്രമാക്കും. യാത്രകളിൽ വളരെയധികം പ്രിയമേറുന്നതാണ്. വ്യാപാര യാത്രകൾ വളരെയധികം ധനനേട്ടം സമ്മാനിക്കും. കുടുംബസുഖം, ദാമ്പത്യ സംതൃപ്തി എന്നിവ ഭവിക്കുന്നതാണ്. പഴയ വീട് നവീകരിക്കുവാനുള്ള ശ്രമം തുടങ്ങുന്നതാണ്. ധനപരമായി ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചെലവ് അധികരിക്കുവാനും ഇടവരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും. കരുതൽ ധനം കുറച്ചൊക്കെ ചെലവഴിക്കപ്പെടാം. എതിർപ്പുകളെ പ്രതിരോധിക്കുന്നതിന് ഊർജവും സമയം കുറച്ചധികം വേണ്ടിവരുന്നതാണ്. ചെറിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ മുതിർന്ന സുഹൃത്തുക്കളുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. കലാപരമായ കാര്യങ്ങൾ വിജയിക്കുന്നതാണ്. വയോജനങ്ങൾ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. കൃത്യനിർവഹണത്തിന് യാത്രകൾ കൂടുതൽ വേണ്ടിവരും. പഠനത്തിലും ഗവേഷണത്തിലും താല്പര്യം കൂടുകയും കുറയുകയും ചെയ്യും. മക്കളുടെ കാര്യത്തിൽ സന്തോഷത്തിനോടൊപ്പം ഉത്കണ്ഠകൾക്കും സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളെല്ലാം വളരെയധികം നിരീക്ഷിക്കപ്പെടേണ്ട സമയം കൂടിയാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ മുഴിപ്പിക്കുന്നതിന് വേണ്ടി ആവർത്തിത പ്രയത്നങ്ങൾ വേണ്ടി വരുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചു കൊള്ളണമെന്നില്ല. അനുബന്ധ തൊഴിലുകളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ആദ്യത്തിൻ്റെ ജന്മരാശി സഞ്ചാരം ദേഹക്ലേശത്തിന് കാരണമാകുന്നതാണ്. രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സമ്മാനിക്കും. പിതൃപുത്രബന്ധം അത്ര രമ്യമാകണമെന്നില്ല. അനുരഞ്ജന അന്തരീക്ഷം രൂപപ്പെടുവാൻ വൈകുന്നതാണ്. അഭിമുഖങ്ങളിൽ വിജയിച്ചാലും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ വളരെയധികം കാലതാമസമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. കലാപരമായും തൃപ്തി ഭവിക്കുന്നതാണ്. വസ്തുക്കളുടെ കരം അടയ്ക്കൽ, പ്രമാണം സൂക്ഷിച്ചു വയ്ക്കുക തുടങ്ങിയവ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ തൊഴിലിടത്തിൽ പലതരം സമ്മർദ്ദങ്ങൾ വന്നു ചേരും. ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വളരെയധികം വിഷമം അനുഭവിക്കും. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചാൽ ഉടനടി മറ്റൊരു തൊഴിൽ കിട്ടുവാൻ വളരെയധികം സാധ്യത കുറവാണ്. വഴി നടത്തയും യാത്രാക്ലേശവും അധികരിക്കും. കരാർ പണികൾ വളരെയധികം ലാഭകരമാകുന്നതാണ്. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും തൃപ്തികരമായ വരുമാനം വന്നെത്തും. ബന്ധുക്കളുടെ സഹകരണത്തിൽ സന്തോഷമുണ്ടാകുന്നതാണ്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മുൻകൈ എടുക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സാമാന്യമായി തന്നെ പ്രതീക്ഷിക്കാം. മിതവ്യയം പാലിക്കുക എന്ന കാര്യം ഒരു രീതിയിലും എളുപ്പമല്ലെന്നറിയുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12-ാം ഇടത്തിൽ സഞ്ചരിക്കുകയാൽ അധിക യാത്രകൾക്കും സാമ്പത്തിക വ്യയത്തിനും ഇടവരും. വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നതിനാൽ സദ്ഭാവനയുണ്ടാകും. നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. മക്കളുടെ പലതരം ശ്രേയസ്, ആശ്വാസവും സന്തോഷവും നിറയ്ക്കുന്നതാണ്. തൊഴിൽ സമ്മർദ്ദം കൂടിയേക്കും. സമയബന്ധിതമായി ദൗത്യം പൂർത്തിയാക്കുക എന്ന കാര്യം ഒരു രീതിയിലും എളുപ്പമാവില്ല. നിങ്ങളുടെ കർമ്മ മേഖലയോട് വളരെയധികം വിരക്തി തോന്നുന്നതാണ്. സമൂഹം അംഗീകരിക്കാത്തവരുടെ പിന്തുണ വന്നെത്തും. ശുക്രൻ അനുകൂലത്തിലാകിയാൽ പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല മാസമാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നത് മൂലം ദാമ്പത്യ രംഗത്ത് അസ്വാരസ്യം സൃഷ്ടിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരരാശിക്കാർക്ക് പ്രവർത്തന രംഗം കുറച്ചൊക്കെ കയ്പുള്ളതാകും. അധ്വാനം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കുംഭരാശിക്കാർക്ക് ഉജ്ജ്വല വിജയം നേടാവുന്ന സമയം കൂടിയാണ്. വ്യാപാര രംഗത്ത് വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലില്ലാത്ത ആൾക്കാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. പൊതുവെ ചതയം നാളുകാർക്ക് ജന്മശനിക്കാലമാകും.
മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവയ്ക്ക് അപ്പോൾ തന്നെ ഉചിതമായ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ബന്ധുക്കളുടെ പിണക്കങ്ങളെല്ലാം തീരും. എതിർക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് യാത്ര തുടരുന്നതാണ്. ഗൃഹത്തിൽ സാമാന്യമായ സമാധാനം പ്രതീക്ഷിക്കാം. ധനപരമായി വളരെയധികം ഉയരത്തിലേക്കാണ് നിങ്ങൾ കുതിക്കുവാൻ പോകുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സുതാർഹമായ സേവനത്തിനുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഒരു രീതിയിലും നിരാശപ്പെടേണ്ട വരില്ല. പണം മുടക്കിയ വ്യാപാരത്തിൽ വളരെയധികം ധനനേട്ടമുണ്ടാകും. പൊതുപ്രവർത്തകരുടെ നിലപാടുകൾ സുതാര്യമാകുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നീതിബോധത്തോടെയാവുകയാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല. തസ്കരണങ്ങളിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. സാമ്പത്തികമായി മെച്ചപ്പെടുന്ന കാലമാണ്. കിട്ടാ കടങ്ങളെല്ലാം നിങ്ങൾക്ക് മടക്കി കിട്ടുന്നതാണ്. വസ്തു വ്യാപാരത്തിൽ അധിക ലാഭം വന്നുചേരും. ജന്മശനി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. അനാവശ്യമായ മാനസിക പിരിമുറുക്കമുണ്ടാകും. കരുതൽ വേണ്ട സമയം കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുവാനുള്ള അവസരം സിദ്ധിക്കും. ഗവേഷണത്തിന് സർക്കാരിൽ നിന്നുമുള്ള സഹായവും ധനവും വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പ്രവർത്തനത്തിൽ വിജയിക്കുവാൻ പറ്റിയ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ചെറിയ പ്രയത്നത്താൽ തന്നെ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കുന്നതാണ്. മേലധികാരികൾക്ക് നല്ല അഭിപ്രായം നിങ്ങളോടുണ്ടാകും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാകും. നിങ്ങളുടെ പഴയ വാഹനം വിറ്റ് പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ കടബാധ്യതകളിൽ കുറച്ചെങ്കിലും തീർക്കുവാൻ സാധിക്കുന്നതാണ്. പണയ വസ്തുക്കൾ വീണ്ടെടുക്കുവാൻ സാധിക്കും. വിരോധികളെ അവഗണിച്ചുകൊണ്ട് മുന്നേറുവാനും വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് തൊഴിലിലെ അനിശ്ചിതത്വം നീങ്ങിക്കിട്ടുകയും ചെയ്യുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായി വിധി വന്നു ചേരും. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. മാസത്തിൻ്റെ അന്ത്യത്തിൽ ശനി പൂരുരുട്ടാതിയിൽ പ്രവേശിക്കുന്നു. മനോവാകർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധയുണ്ടാകേണ്ട സമയം കൂടിയാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. തൊഴിലിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഉദ്യോഗമായാലും വ്യാപാരമായാലും തൊഴിലിടത്തിലായാലും വളരെയധികം സ്വസ്ഥത പ്രതീക്ഷിക്കാം. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള സന്നദ്ധത വന്നുചേരും. വ്യക്തി സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ദാർഢ്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ പരാശ്രയത്വം ഏതാണ്ട് ഇല്ലാതാകും. 5ലെ കുജസഞ്ചാരം മൂലം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കടും പിടുത്തം നടത്തുന്നതാണ്. തന്മൂലം ഒപ്പമുള്ളവർ വളരെയധികം വിഷമിക്കുന്നതാണ്. ബന്ധുജനങ്ങളുടെ സ്വകാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നതിനാൽ വിരോധം ഭവിക്കാൻ ഇടയുണ്ട്. സ്വതസിദ്ധമായ കഴിവുകൾ അല്പം മങ്ങുവാനും ഇടയുള്ള സമയമാണ്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വളരെയധികം വേണ്ടിവരും. അനാവശ്യമായ ചെലവുകളെല്ലാം എല്ലാ രീതിയിലും നിയന്ത്രിക്കേണ്ടതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ ബുധന് മൗഢ്യമില്ലാത്ത മാസമാകിയാൽ ബുദ്ധിശക്തി ഉണർന്ന് പ്രവർത്തിക്കും. പഠനത്തിൽ വളരെയധികം വളർച്ച ഉണ്ടാകുന്നതാണ്. അഭിമുഖങ്ങളിൽ വിജയിച്ച് പുതിയ തൊഴിലിന് അർഹത നേടുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളുമായുള്ള പിണക്കം തീരുവാനും ഒത്തുചേരുവാനുമുള്ള സാധ്യത വന്നുചേരും. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ആദിത്യൻ അനുകൂല രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉപജീവന മാർഗം പൊട്ടിപ്പെടും. ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളുടെ പിന്തുണ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. വ്യാപാര സംബന്ധമായ സഞ്ചാരം വളരെയധികം ധനനേട്ടം സമ്മാനിക്കും. തീർത്ഥാടനത്തിനുമുള്ള അവസരം കൈവരുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ വന്നുചേരും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.